+2 ശേഷം ഡിഗ്രി പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലോ? ജോയിൻ Prepwise, കേരളാസ് #1 CUET കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ സ്ട്രീം ഏതുമായിക്കൊള്ളട്ടെ, സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബോർഡ് എക്സാമിനും CUETക്കുമുള്ള കോംപ്രിഹെൻസീവ് കോച്ചിംഗ്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം യു ഓൾ ടു Prepwise യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CUET 2022 ചോദിച്ചിരിക്കുന്ന അഗ്രികൾച്ചർ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയുന്ന പോലെ ICAR ഇപ്പോൾ സെപ്പറേറ്റ് UG എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നില്ല, പകരം അതിപ്പോൾ CUETയുടെ കീഴിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ UG അഗ്രികൾച്ചർ ഒക്കെ നല്ലൊരു അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് CUET 2023 പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് CUET 2022 ചോദിച്ചിരിക്കുന്ന അഗ്രികൾച്ചർ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് നോക്കാം. ഒരു 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഓവറോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു 5 വീഡിയോസിലായിട്ട് ഈച്ച് വീഡിയോയിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് വീതം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബിഫോർ വി begin, let me introduce myself. എൻ്റെ പേര് സ്റ്റെവിൻ CC. I have done my UG in agriculture at College of Agriculture, Vellani, Kerala Girls University PhD എന്ന കോളേജാണ്. And currently I am doing my MSc in Agriculture at Odisha University of Agriculture Science and Technology. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മന്ദാരൻ ഓറഞ്ച് അല്ലെങ്കിൽ സാന്ദ്ര ബിലോങ്സ് ടു ഡാഷ് ദ ഫാമിലി എന്നാണ്. അപ്പൊ അതിൽ തന്നെ നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് ദാറ്റ് ഇറ്റ് ഈസ് മന്ദാരൻ ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഫാമിലി അല്ലെങ്കിൽ ലെമൺ ഫാമിലിയിൽ പെടുന്നതാണ്, ലെമൺ ഗ്രൂപ്പിൽ പെടുന്നതാണ് നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. സോ അത് ഏത് ഫാമിലിയിലാണെന്നാണ് ചോദ്യം. സെന്ദ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി വേർഡ് ഡിറൈവ് ചെയ്തതാണ്. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അനാക്കാഡേസി. അനാക്കാഡേസി നമുക്കറിയാം നമ്മുടെ മാങ്ങ അല്ല, അതായത് മാഞ്ചിഫറ ഇൻഡിക്ക, മാംഗോ വരുന്നത് അനാക്കാഡേസി ഫാമിലിയാണ്. അതുപോലെ കാഷ്യൂ, അനാക്കാഡിയം ഓക്സിഡന്റയിൽ വരുന്നത് അനാക്കാഡേസി ഫാമിലിയാണ്. സോ എന്തായാലും ആ ഒരു ഫാമിലിയിലല്ല മന്ദാരൻ ഓറഞ്ച് വരുന്നത്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കൊടുത്തിരിക്കുന്നത് പുനേസി ആണ്. പുനേസി എന്ന് പറയുന്നത് നമ്മുടെ മാതള, അതായത് പൊമഗ്രാനൈറ്റ്, അനാറൊക്കെ വരുന്നതാണ് നമ്മുടെ പുനേസി ഫാമിലി. സോ അതുമല്ല അതിന്റെ ആൻസർ. ആൻഡ് ഓപ്ഷൻ സി റൂട്ടേഷ്യ. റൂട്ടേഷ്യ ആണ് ശരിക്കും ഈ ലെമൺ ഫാമിലീസ്, അതായത് ഓറഞ്ചും ലെമൺസ് ഒക്കെ വരുന്നത് റൂട്ടേഷ്യ ഫാമിലിയിലാണ്. സോ അതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് നോക്കാം. ഓപ്ഷൻ ഡി ഗ്രാമിനെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാമിനെ മീൻസ് നമ്മുടെ പുതിയ നെയിം ആയിട്ട് പൊവേഷ്യ എന്നാണ്. അപ്പൊ അതിൽ നമ്മുടെ ഈ ഗ്രാസസും നമ്മുടെ സീരിയൽ ഗ്രാസസും ബാംബു ഒക്കെ വരുന്നതാണ് ഗ്രാമിനെ. സോ അതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് റൂട്ടേഷ്യ. സോ മന്ദാരൻ ഓറഞ്ച് ബിലോങ്സ് ടു റൂട്ടേഷ്യ ഫാമിലി. ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പെത്തോളജി എന്നാണ്, ഡിസീസസ് ഓഫ് ഷുഗർ കെയിൻ ആണ്. അപ്പൊ പെത്തോളജി ഒരു ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണ്. അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ യു മേ ഗെറ്റ് ഫ്രം പെത്തോളജി. അതിൽ ഷുഗർ കെയിൻ്റെ ഡിസീസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഒരു 5 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഷുഗർ കെയിൻ്റെ ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ റെഡ് റോട്ട്. റെഡ് റോട്ട് ഒരു ഷുഗർ കെയിൻ്റെ ഡിസീസ് ആണ്, കൊളക്ടർ പ്രൈക്കും കോസ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റോക്ക് ഉള്ളിലൊക്കെ ചീഞ്ഞ് ഒരു റെഡ് കളറായി ഒരു ആൽക്കഹോളിക് സ്മെൽ തന്നെ ഉണ്ടാവും ആ ഒരു ഫീൽഡിന്. സോ അതാണ് റെഡ് റോട്ട്. രണ്ടാമത്തെ ഓപ്ഷൻ വിപ്സ്മട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഷുഗർ കെയിൻ്റെ ഒരു ഡിസീസ് തന്നെയാണ്. നമ്മുടെ സ്റ്റോക്ക് ഒരു വിപ്പ് പോലെ ഫംഗൽ അറ്റാക്ക് വന്ന് ഒരു കറുത്ത് ഒരു ചാട്ട പോലെ ആകും. അതാണ് വിപ്സ്മട്ട് എന്ന് പറയുന്നത്. അതും ഷുഗർ കെയിൻ്റെ ഒരു മേജർ ഡിസീസ് ആണ്. പിന്നെ അടുത്ത 2 ഓപ്ഷൻസ് ബ്ലാക്ക് കാം ആൻഡ് ഗ്രേ മിൽഡ്യൂ. അത് രണ്ടും കോട്ടന്റെ ഡിസീസസ് ആണ്, ഷുഗർ കെയിൻ്റെ ഡിസീസ് അല്ല, കോട്ടന്റെ ഡിസീസസ് ആണ്. പക്ഷെ ഓപ്ഷൻ ഇ ഗ്രാസി ഷൂട്ട് ഷുഗർ കെയിൻ്റെ ഡിസീസ് തന്നെയാണ്. അത് ഇറ്റ് വിൽ അപ്പിയർ ലൈക്ക് ഗ്രാസ്. അത് വളരെ ടില്ലറിംഗ് ഒക്കെ ഉണ്ടാവും, ലീവ്സ് ഒക്കെ ഭയങ്കര നേരോ ആയിരിക്കും, ഒരു ഗ്രാസി ലൈക്ക് അപ്പിയറൻസ് വരും ഷുഗർ കെയിൻ. സോ അതാണ് ഗ്രാസി ഷൂട്ട് ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ റെഡ് റോട്ട്, ബി വിപ്സ്മട്ട് ആൻഡ് ഇ ഗ്രാസി ഷൂട്ട് ഡിസീസ്. അപ്പൊ ഇതിലെ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ, ബി ആൻഡ് ഇ ഓൺലി എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഡീനേവലിംഗ് പ്രാക്ടീസ് ഇസ് ഫോളോഡ് ഇൻ ഡാഷ് ക്രോപ്പ്. ഏത് ക്രോപ്പിലാണ് ഡീനേവലിംഗ് എന്ന് പറഞ്ഞ പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡീനേവലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബനാനയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൽ ബേർഡ് റിമൂവ് ചെയ്യും ആഫ്റ്റർ ദ ഫീമെയിൽ ഫേസ്. ഫീമെയിൽ ഫേസിന് ശേഷം ഈ മെയിൽ ബേർഡ് റിമൂവ് ചെയ്യുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീമെയിൽ ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെയിൽ ബേർഡിലോട്ട് പിന്നെ അധികം ഫോട്ടോസിന്തസിസ് ഒന്നും ട്രാൻസ്ലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് അതിനോട്ട് പിന്നെ വേസ്റ്റ് ആണ്, ഒരു അൺനെസസറി സിങ്ക് ആണ് മെയിൽ ബേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ. സോ ഫോട്ടോസിന്തസിസ് ഒക്കെ നമ്മുടെ പ്രൊഡക്ഷൻ സോൺ, അതായത് നമ്മുടെ ഫീമെയിൽ പാർട്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെയിൽ പാർട്ട് റിമൂവ് ചെയ്യും. സോ ദാറ്റ് എവറിത്തിങ് വിൽ ഗോസ് ടു ദ ഫീമെയിൽ പാർട്ട്. സോ അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് ആണ് ഡീനേവലിംഗ് പ്രാക്ടീസ്. അത് കോമൺലി ഫോളോ ചെയ്യുന്നത് ബനാനയിലാണ്. ബനാന നമ്മുടെ വാഴയിലെ മെയിൽ ബേർഡ് റിമൂവ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബനാനയാണ് അതിന്റെ ആൻസർ ആയിട്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്, ആൻഡ് ഇറ്റ്സ് ഫ്രം ആനിമൽ ഹസ്ബൻഡറി പോർഷൻ. ആനിമൽ ഹസ്ബൻഡറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ബ്രീഡ്.
പല കാറ്റഗറീസിന്റെയും പല അനിമൽ കാറ്റഗറീസിന്റെയും ബ്രീഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ നന്നായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വി ആർ ഷുവർ ദാറ്റ് വിൽ ഗെറ്റ് 1 or 2 കറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇതിലിപ്പോൾ കാറ്റലിന്റെ ബ്രീഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മിൽച്ച് പർപ്പസ് ബ്രീഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. നമ്മുടെ കാറ്റിൽ തന്നെ മിൽച്ച് പർപ്പസ് ആയിട്ട് സാഹിവാൾ, ഗിർ, സിന്ധി ഇതൊക്കെയാണ് മിൽച്ച് പർപ്പസ് ബ്രീഡ്സ്. അതായത് പാല് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ബ്രീഡ്സ്. വളരെയധികം മിൽക്ക് ഈൽഡ് തരുന്ന ഈ ബ്രീഡ്സ് ആണ് മിൽച്ച് പർപ്പസ് ഈൽസ്. പിന്നെ ഉള്ളത് ഡ്രാഫ്റ്റ് പർപ്പസ് ബ്രീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ലേബർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡ്രാഫ്റ്റ് പർപ്പസ് ബ്രീഡ്സ്. അപ്പൊ അത് ഡിയോണി, അമൃത് മഹർ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ഡ്യുവൽ പർപ്പസ് എന്ന് വെച്ചാൽ ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ബ്രീഡ്സ് ആണ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഡാങ്കി, ഓൺകോൾ ഒക്കെ. ആൻഡ് എക്സോട്ടിക് ബ്രീഡ്സ് നമ്മൾ നമ്മുടെ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. കാറ്റൽ ബ്രീഡ്സ്, HF, ജേഴ്സി, പിന്നെ ബ്രൗൺസ്യൂസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരും. സോ നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് മിൽച്ച് പർപ്പസ് ബ്രീഡ് നമുക്ക് സാഹിവാൽ ആയിട്ട് മാച്ച് ചെയ്യാം. ദെൻ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് ഡാങ്കി ആയിട്ട് മാച്ച് ചെയ്യാം. ഡ്രാഫ്റ്റ് പർപ്പസ് നമുക്ക് ഡിയോണി ആയിട്ട് മാച്ച് ചെയ്യാം. ആൻഡ് എക്സോട്ടിക് ബ്രീഡ് ആയിട്ട് നമുക്ക് ജേഴ്സി കൊടുക്കാം. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. യാ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ ആക്ട്സ് ആസ് എ ബഫർ സൊല്യൂഷൻ? ഒരു ബഫർ സൊല്യൂഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബഫർ എന്താണെന്നൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പ്ലസ് 1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആസിഡ് ബഫേഴ്സ് ഉണ്ട്, ബേസിക് ബഫേഴ്സ് ഉണ്ട്. അപ്പൊ അതൊരു വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ആസിഡും അതിന്റെ കോൺജുഗേറ്റ് ബേസും, അല്ലെങ്കിൽ വീക്ക് ബേസും അതിന്റെ കോൺജുഗേറ്റ് സ്ട്രോങ് ആസിഡും ഒക്കെയാണ് ബഫേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഈ ഒരു ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും HCl, SNO3, H2SO4 ഇതൊക്കെ സ്ട്രോങ് ആസിഡ്സ് ആണ്. സോ ഇതൊന്നും ബഫർ സൊല്യൂഷൻസ് ആയിട്ട് ആക്ട് ചെയ്യില്ല. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്. സോ അതും ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓൺലി പോസിബിൾ ആൻസർ ഈസ് SNO2. അതൊരു വീക്ക് ആസിഡ് ആണ്. സോ ഒബ്വിയസ്ലി ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ആസിഡ് ബഫറിനും ബേസിക് ബഫറിനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കണം. പക്ഷെ ഇതില് ആ കൂടെ ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ദാറ്റ് ഇസ് എ ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് മൂവ് ചെയ്യാം. അടുത്തും ഒരു മാത്സ് ഫോളോയിങ് തന്നെയാണ്. അത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡിഫറെന്റ് ക്രോപ്സും അതിന്റെ സയന്റിഫിക് നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പാഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഒറൈസ സെറ്റൈവ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നേരെ കൊടുത്തിട്ടുണ്ട് ഒറൈസ സെറ്റൈവ. ആൻഡ് വീറ്റിനും ട്രിപ്റ്റിക്കം കൊടുത്തിട്ടുണ്ട്. ട്രിപ്റ്റിക്കം ഏസ്റ്റീവ് ആണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്പീഷീസ്. ഗ്രാമിനും കൊടുത്തിട്ടുണ്ട് സൈസ് റാസന്റീനം. ആൻഡ് ഗ്രൗണ്ട് നട്ടിനും അറാക്കിസ് ഹൈപ്പോജിയം. സോ ഇതെല്ലാം കറക്റ്റ് മാച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഇസ് A1, B2, C3 ആൻഡ് D4. നമ്മള് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ലൈക്ക് ഒരു ഫ്യൂ ക്വസ്റ്റ്യൻസ് അങ്ങനെ ബേസിക് ആയിട്ടും ചോദിക്കാം. അപ്പൊ അതിനായിട്ട് മിക്ക മേജർ ക്രോപ്സിന്റെ സയന്റിഫിക് നെയിംസ് വളരെയധികം സ്ട്രെസ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. സോ മേജർ സീരിയൽസ്, മേജർ പൾസസ്, മേജർ ലെഗ്യൂംസിന്റെ ഒക്കെ നമ്മൾ സയന്റിഫിക് നെയിംസ് ഇത് പഠിക്കുന്നത് ബെറ്റർ. സോ ബേസിക് ആയിട്ടുള്ള എല്ലാ ക്രോപ്സിന്റെയും, പ്ലാന്റേഷൻ ക്രോപ്സിന്റെയും എല്ലാത്തിന്റെയും സീരിയൽസിന്റെ ഒക്കെ സയന്റിഫിക് നെയിംസ് പഠിച്ചു വെക്കാൻ ശ്രമിക്കാം. സോ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഇഫ് യു ആർ ലക്കി. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. അടുത്ത ചോദിച്ചിരിക്കുന്ന എൻസൈം ദാറ്റ് കാറ്റലൈസ് ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് അതർ ദാൻ ഹൈഡ്രജൻ ബിലോങ്സ് ടു ദ ക്ലാസ്. അതായത് ഒരു എൻസൈം ദാറ്റ് കാറ്റലൈസ് ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് അതർ ദാൻ ഹൈഡ്രജൻ കൂടാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു എൻസൈം. ലൈക്ക് ആ എൻസൈം ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് കാറ്റലൈസ് ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവരെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് പ്രോബബിൾ ആൻസർ ബി ആണ്, ട്രാൻസ്ഫറേസ്. കാരണം അവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓൾസോ മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓക്സിഡോ റിഡക്ടേസ്, അത് നമ്മുടെ ഓക്സിഡേഷൻ റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻസിനെ സഹായിക്കുന്ന നമ്മുടെ എൻസൈം ഗ്രൂപ്പാണ്. പിന്നെ ഹൈഡ്രോലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോട്ടീൻസിനെ അല്ലെങ്കിൽ മറ്റ് എലമെന്റ്സിനെ ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ഹൈഡ്രോലൈസസ്. പിന്നെ ഉള്ളത് ലിഗേസ് ആണ്. ലിഗേസ് മീൻസ് ഒരു രണ്ട് മോളിക്യൂൾസിനെ ജോയിൻ ചെയ്ത് കെമിക്കൽ ബോണ്ട് കൊണ്ട് ജോയിൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് ലിഗേസ് ചെയ്യുന്നത്. DNA ലിഗേസ് ഒക്കെ നമുക്ക് പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്, അവരുടെ ആക്ഷൻസ് ഒക്കെ. സോ അതായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഇന്ന് നോക്കൗട്ട് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, ട്രാൻസ്ഫറേസ്. എൻസൈം catalyze the transfer of a group other than hydrogen belongs to the class transferase. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സെമൻ ഇൻ ബുൾ ഈസ്. ഇതൊരു ഡയറക്റ്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സെമൻ ഇൻ ബുൾ
അത് ശരിക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് ഒരു സ്പെസിഫിക് കാറ്റഗറീനെ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച് പറയാൻ പറ്റൂ. കാരണം ബുൾസിന്റെ ഏജും അവരുടെ സ്റ്റേജ് ഒക്കെ അനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി വേരി ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിന്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു ഹ്യൂജ് വേരിയേഷൻസ് ഉണ്ട്. 1.035 പിന്നെ നേരെ ഒരു 1 ആണ് കൂടുന്നത്. ലൈക്ക് 1 പോയിന്റ് തന്നെ കൂടുന്നുണ്ട്. 2.01, 3.01, 4.35. സോ ഇത് ജനറലി വരുന്നത് 1.01 അല്ലെങ്കിൽ 1.02 ഒക്കെ മുതൽ 1.05 ഒക്കെ വരെയാണ് വരുന്നത്. സോ അതിൽ വരുന്ന ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് 1.035. അപ്പോ ഇത് നമുക്ക് ക്വയറ്റ് ഷുവർ ആണ് ഉള്ള ഏത് പുള്ളാണെന്നോ ലൈക്ക് അതിന്റെ സ്പെസിഫിക് ഏജോ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതിൽ ആകെ വരാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് 1.035. ഇത് മെഷർ ചെയ്യുന്നത് റിഫ്രാക്ടറോമീറ്റർ വെച്ചിട്ടാണ്. സോ അത് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തോളൂ. റിഫ്രാക്ടറോമീറ്റർ വെച്ചിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ സെമൻസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ നമ്മൾ നോക്കുന്നത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഇസ് 1.035. അത് വേരി ചെയ്യാം 1.01 അല്ലെങ്കിൽ 1.02 മുതൽ 1.05 വരെയൊക്കെ വേരി ചെയ്യാം അക്കോർഡിംഗ് ടു ദ ഏജ് ആൻഡ് പീരീഡ് ഓഫ് ദ. ഇനി അടുത്ത ക്വസ്റ്റ്യനും മാത്സ് ഫോളോയിങ് തന്നെയാണ്. അതിൽ നമുക്ക് കോമൺ 10th സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കെൽവിൻ ഒരു ഡിഗ്രിയിൽ നമുക്ക് മെഷർമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, മറ്റേ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടു. അതിൽ കെൽവിൻ കൊടുത്തിരിക്കുന്ന നമുക്കറിയാം പിൻ വെലോസിറ്റി ആണ് ഓപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത്, ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് ടെമ്പറേച്ചർ. സോ ഓപ്ഷൻ എ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് 3 ആയിട്ടാണ് ടെമ്പറേച്ചർ. രണ്ടാമത്തെ മില്ലിമീറ്റർ റെയിൻഫോൾ ഒക്കെ മില്ലിമീറ്റേഴ്സോ സെന്റിമീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്. സോ ബി എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് മാച്ച് ചെയ്യാം. ആൻഡ് സി നോട്ട്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയാം വിൻ വെലോസിറ്റി ആണ് നോട്ട്സ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ സി നമുക്ക് 1 മാച്ച് ചെയ്യാം. ആൻഡ് ഡി പെർസെന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെന്റേജ്. അപ്പോ ഡി നമുക്ക് 2 ആയിട്ട് മാച്ച് ചെയ്യാം. സോ ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും. അതായത് A3, B4, C1 ആൻഡ് D2. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത നമ്മുടെ ഈ ഒരു വീഡിയോ സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ട്രൈക്കോഡെർമ ഈസ് യൂസ്ഡ് ആസ് ഡാഷ്. സോ ട്രൈക്കോഡെർമ ബേസിക്കലി ഒരു ഫംജി ആണ്. പക്ഷെ ഇതിൽ ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം ഇതിൽ ഫംജി ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, ഫോസ്ഫേറ്റ് അബ്സോർബർ ബാക്ടീരിയ, ഫോസ്ഫേറ്റ് സോളിബിലൈസർ ബാക്ടീരിയ ആൻഡ് ഡീകമ്പോസ് ബാക്ടീരിയ. സോ ഫംജൈ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ആക്ഷൻ ഇസ് മോർ ലൈക്ക് ഡീകമ്പോസിങ് ആക്ഷൻ. പക്ഷെ ഇതിൽ ബാക്ടീരിയാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ബാക്ടീരിയയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ലൈക്ക് ആ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ട്രൈക്കോഡെർമയുടെ റോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫോസ്ഫേറ്റ് സോളിബിലൈസിങ്. അതായത് നമ്മുടെ ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ ഡീകമ്പോസ് ചെയ്തതിനു ശേഷം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോസ്ഫേറ്റേസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സിനെ സോളിബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ട്രൈക്കോഡെർമയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ വിൽ ബി ഫോസ്ഫേറ്റ് സോളിബിലൈസിങ് ബാക്ടീരിയ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യുന്നത്. ഇനി അടുത്ത സെഷനിൽ നമുക്ക് നെക്സ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ദിസ്.